ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ വരുമ്പോൾ കോഴിക്കോട് വീണ്ടും പരസ്യമായ ഗതാഗത നിയമലംഘനം. കുട്ടിയെ പിറകിൽ തിരിച്ചിരുത്തിക്കൊണ്ട് വീണ്ടും സ്കൂട്ടർ ഓടിച്ചു. കോഴിക്കോട് നഗരത്തിലാണ് ഈ സംഭവം. അതിൻ്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിന് മാത്രമായി ലഭിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇത്. പരസ്യമായൊരു നിയമലംഘനം. ഇതിന് സമാനമായ മറ്റൊരു നിയമലംഘനം കഴിഞ്ഞ ദിവസം നടന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസ് നടപടിയെടുത്തിരുന്നു. ആ സംഭവത്തിൽ ഒരു കൊച്ചു കുട്ടിയെ പിറകിലിരുത്തിയിട്ട് ഒരു ആൾ യാത്ര പോവുകയായിരുന്നു. ആ യാത്രക്കാരനാരാണ് എന്ന് പോലീസ് വെളിപ്പെടുത്തിയില്ല. പകരം ആ കുട്ടിയെയും കുട്ടിയുടെ അച്ഛനെയും വിളിച്ചു വരുത്തുകയും അച്ഛന് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ബോധവൽക്കരണ ക്ലാസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് വീണ്ടും പോലീസിനെയും ഗതാഗത നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് പരസ്യമായിട്ടുള്ള നിയമലംഘനം, ഗതാഗത നിയമലംഘനം നടത്തിയിരിക്കുന്നു. കുട്ടിയെ പിറകിൽ തിരിച്ചിരുത്തി വീണ്ടും സ്കൂട്ടർ ഓടിച്ച സംഭവമുണ്ടായിരിക്കുന്നു. റിയാസ് KMR ഈ പരസ്യ ഗതാഗത നിയമലംഘനത്തിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു. എന്താണ് സംഭവിച്ചത് റിയാസ് KMR? എം എസ് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ ഒരു ഗതാഗത നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവം കോഴിക്കോട് നിന്നും മാറി മലയോര മേഖലയായ മാവൂർ കൽപ്പള്ളിയിലാണെങ്കിൽ ഇന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്, നഗരമധ്യത്തിൽ തന്നെയാണ് ഇന്നത്തെ നിയമലംഘനം ഉണ്ടായിരിക്കുന്നത്. ഒരു കുട്ടിയുമായി മുതിർന്ന ഒരാൾ സ്കൂട്ടറിൽ പോകുന്നു. ആ കുട്ടിയെയും പിന്തിരിഞ്ഞിരുന്നു കൊണ്ടാണ് ആ കുട്ടിയും ഇരിക്കുന്നത്. സ്കൂട്ടറിൽ നേരെ പിന്തിരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നത്തെ ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഗൗരവകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാവൂർ ജംഗ്ഷൻ പോലുള്ള കോഴിക്കോട് ഏറ്റവും തിരക്കേറിയ മേഖലയാണ്. KSRTC ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന പരിസരം, പുതിയ ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന പരിസരം, വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ മിനിറ്റുകളുടെ ഇടവേളകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിവേഗം കുതിച്ചു പായുന്ന ഇടം. അവിടെയുള്ള മാവൂർ റോഡ് ജംഗ്ഷനിലുള്ള സിഗ്നൽ സംവിധാനത്തിൽ നിന്നാണ് ആദ്യം ഈ വാഹനം ഈ ദൃശ്യത്തിൽ കുടുങ്ങുന്നത്. പിന്നീട് ഈ വാഹനം മറ്റ് ബസ്സുകളെ പോലും മറികടന്ന് ഈ കുഞ്ഞിനെ പിറകിലിരുത്തിക്കൊണ്ട്, കുഞ്ഞിന് ഹെൽമെറ്റ് ഇല്ല, ഈ കുഞ്ഞിനെ പിറകിലിരുത്തിക്കൊണ്ട്, അതായത് പിറകിൽ പുറംതിരിഞ്ഞിരുത്തുകയാണ്. സാധാരണ രീതിയിലായിരുന്നു ഇരുത്തിയതെങ്കിൽ അതിൽ വലിയ പോരായ്മയില്ല എന്ന് പറയും. ഇത് പുറംതിരിച്ചിരുത്തിക്കൊണ്ടാണ് പോകുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് ഉണ്ടായത് KL 11 BK 30, ആ വണ്ടി നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. KL 11 BK 3130 എന്ന സ്കൂട്ടർ യാത്രക്കാരനാണ് ഇന്ന് ഈ കുട്ടിയെ പുറംതിരിഞ്ഞിരുത്തി മുന്നോട്ട് അതിവേഗം വണ്ടിയുമായി കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ സംഭവത്തിൽ കോഴിക്കോട് മാവൂർ കൽപ്പള്ളിയിൽ നടന്ന സംഭവത്തിൽ 9 വയസ്സുകാരിയെ പിറകിൽ പുറംതിരിഞ്ഞിരുത്തി ഹെൽമെറ്റ് ഇല്ലാതെ അപകടകരമായി വാഹനം ഓടിച്ചതിന് മാവൂർ കൽപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് MVD സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല എടപ്പാളിലുള്ള IDTR ട്രെയിനിങ് സെന്ററിൽ 5 ദിവസത്തെ പരിശീലനത്തിനും നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കോഴിക്കോട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് വലിയ തോതിൽ വാർത്തയായി നൽകി. അതിനുശേഷവും ഇവിടെ നിയമലംഘനം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് പോലീസും ഗതാഗത വകുപ്പ് അധികൃതരും നടപടി സ്വീകരിച്ചിട്ട് കൂടി ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള നിയമലംഘനം നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമായ കാര്യമാണ്. എടുത്തു പറയേണ്ടത് MVDയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാരത്തോണും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു. വലിയ തോതിലുള്ള ഈ ഗതാഗത നിയമം സംബന്ധിച്ച ബോധവൽക്കരണം കോഴിക്കോട് നഗരത്തിൽ നടപ്പാക്കുന്നതിനിടെയാണ് ഈ ഗതാഗത നിയമലംഘനം ഉണ്ടായിരിക്കുന്നത്. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റിയാസ് KMR, ഈ വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ടും പറഞ്ഞ സ്ഥിതിക്ക് കൃത്യമായിട്ടും ഗതാഗത വകുപ്പിൽ നിന്ന് MVDയിൽ നിന്ന് നടപടി ഉണ്ടാവും എന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞ വ്യക്തി ഈ ബോധവൽക്കരണത്തിനൊന്നും വിധേയനാവാത്ത, അതിൻ്റെ ചരിത്രം ഉണ്ടാവാത്ത ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അല്ലെങ്കിൽ വണ്ടി ഓടിച്ച വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾ, അതുമല്ലെങ്കിൽ പുതിയ തലമുറയിൽ ചിലർ, എല്ലാവരും എന്നല്ല ചിലർ നടത്തുന്നത് പോലെ വലിയ സൈറണൊക്കെ വെച്ച് സൈലൻസർ എടുത്ത് മാറ്റി അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു പോയാൽ ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്പബുദ്ധികൾ, വലിയ വേഗത്തിൽ, മിന്നലിൻ്റെ വേഗത്തിൽ വലിയ ശബ്ദത്തിൽ വണ്ടി ഓടിച്ച് പോയാൽ ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്ന ആ വ്യക്തിയുടെ മുഖം പോലും കാണാൻ കഴിയില്ല. അങ്ങനെ തങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മക ശേഷിയൊന്നുമില്ലാത്തവർ
അതുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി വ്യാജമായി ചെയ്യുന്ന ചില പ്രക്രിയകളാണ് തെരുവിലെ സർക്കസുകൾ എന്ന് പറയുന്നത്. ആ സർക്കസുകൾ എന്ന് പറയുന്നത് എത്രയെങ്കിലും സാധാരണക്കാരായ യാത്രക്കാരെ, പ്രത്യേകിച്ചും കാൽനട യാത്രക്കാരെയും അതേപോലെ തന്നെ നിയമം പാലിച്ച് യാത്ര ചെയ്യുന്ന മാന്യമായി വണ്ടി ഓടിക്കുന്നവരെയും കൂടി അപകടത്തിൽപ്പെടുത്തുകയും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ കുട്ടിയെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ ആ വ്യക്തി വണ്ടി ഓടിച്ചു എന്നതല്ല, അതിനേക്കാൾ വ്യാപ്തിയുള്ളത് അതുമൂലം ഈ കുട്ടി അതിൽ നിന്ന് തെറിച്ച് വീണു എന്ന് വിചാരിക്കുക. മറുവശത്തുകൂടി വരുന്ന വണ്ടികൾ അത് കണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ ഒരു വണ്ടിക്ക് പിറകെ നിരവധി വണ്ടികൾ കൂട്ടിയിടിച്ച് ഇതിനേക്കാൾ വലിയ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണ് ഇവിടെയുള്ള യാത്രക്കാരുടെയും നൂറുകണക്കിന് വാഹനങ്ങൾക്കകത്തിരിക്കുന്നവരുടെയും ജീവൻ എന്നതുകൂടി ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലേ റിയാസ് കെ എം ആർ? തീർച്ചയായും. അതായത് ഈ കുട്ടിയുടെ ജീവൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവനും വളരെ പ്രധാനമാണ്. ഈ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ ജീവൻ പോലും വളരെയധികം പ്രധാനമാണ്. അത്തരത്തിലാണ് ഗതാഗത നിയമങ്ങൾ പോലും നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ കർശനമായി ഇടപെടുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഉദ്യോഗസ്ഥർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതല്ല. പ്രത്യേകിച്ച് എം സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാധാരണക്കാരനായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ വണ്ടി ഓടിച്ചത്, നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞതയായിരിക്കാം, അല്ലെങ്കിൽ നിയമം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ലംഘിച്ചതുമായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, അത് എന്തായാലും ആ വ്യക്തിയും മറ്റു പൊതുസമൂഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കുട്ടിയെ പുറംതിരിഞ്ഞിരുത്തി വണ്ടി ഓടിക്കുമ്പോൾ സംഭവിക്കുന്നത്, പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ കുട്ടി തെറിച്ചു പോയേക്കാം. നേരെ മറിച്ച് സാധാരണ പോലെയാണ് ആ കുട്ടി ഇരുത്തിയതെങ്കിൽ ഒരു ആക്ഷേപത്തിനും ഇടയില്ല. സ്വാഭാവികമാണ്, 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പുറംതിരിഞ്ഞിരുത്തുക എന്ന് പറയുന്ന അപകടകരമായ ഒരു പ്രവണത, അത് എന്ത് താല്പര്യത്തിന്റെ പുറത്തായാലും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ കുഞ്ഞിന്റെ ജീവൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ആ വാഹനം ഓടിക്കുന്ന ആളുടെ ജീവനും പ്രധാനം തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെ ജീവനും പ്രധാനമാണ്. അതുകൊണ്ട് ആ ജീവൻ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യത ആ വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹെൽമെറ്റ് ധരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കുട്ടിയെ പുറംതിരിഞ്ഞിരുത്തി എന്നുള്ളത് വളരെയധികം നഗ്നമായൊരു ഗതാഗത നിയമ ലംഘനം തന്നെയാണ്. അത്തരമൊരു രീതി നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ഈ പുറംതിരിഞ്ഞ് കുട്ടികളെ ഇരുത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് പുറംതിരിഞ്ഞിരിക്കാം, അതൊക്കെ നിയമത്തിന് എതിരാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കൃത്യമായൊരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൃത്യമായി ഇടപെടുന്ന ഒരു MVDയും അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹന വകുപ്പും സംവിധാനങ്ങളും ഒക്കെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെയുള്ളത്. കാരണം എന്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാലും അങ്ങനെ ഇടപെടുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് നമുക്കുള്ളത്, MVD തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയെങ്കിലും ഈ വാഹനം ഓടിച്ചയാൾക്ക് ഈ ഒരു വാർത്ത കൊണ്ടെങ്കിലും അയാളുടെ കണ്ണു തുറക്കുമെങ്കിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും ശിക്ഷിക്കണമെന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായൊരു കണ്ണു തുറക്കൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകട്ടെ. ഇനി ഒരു കുട്ടിയും ഇതുപോലെ പുറംതിരിഞ്ഞ് ഇരുന്ന് വാഹനത്തിൽ സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിൻ്റെ ഒരു മറുവശം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ രീതിയിൽ കുട്ടിയെ പിറകിലിരുത്തി യാത്ര ചെയ്തത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റിയാസ് കെ എം ആർ 2 കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലൊരു കാര്യമെന്ന് പറയുന്നത് ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണമൊന്നും ലഭിക്കാത്ത ഒരു വ്യക്തി അജ്ഞത കൊണ്ട് സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആയിക്കോട്ടെ ഒരു കൗതുകത്തിന് എന്നുള്ള നിലയ്ക്കുമാവാം. ഇത് രണ്ടുമല്ലാതെ കേരളത്തിലെ എത്രയെങ്കിലും തെരുവുകളിൽ ഇതിന് സമാനമായിട്ടുള്ള ഗതാഗത നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പിറകിൽ തിരിഞ്ഞിരുന്നുകൊണ്ട് യാത്ര പോകുന്നവർ ഉണ്ട്. അവരെയൊന്നും പിറകെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ചിത്രീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ചിത്രീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരിക്കുന്ന കുട്ടിയുടെ സ്ഥാനത്ത് ഒരു ചെറുപ്പക്കാരനാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും. ഈ വണ്ടിയുടെ പിറകിൽ ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള 2, 3, 4, 5 സംഘങ്ങൾ ബൈക്കിൽ അഭ്യാസം കാണിച്ചു വരുന്നുണ്ടാവും. അത് ഈ പിറകിലിരിക്കുന്ന വ്യക്തി ചിത്രീകരിക്കുന്നു. അത് പിന്നീട് റീലുകളായിട്ട് മാറുന്നു. ആ റീലുകളിൽ ചിലതൊക്കെ യുവാക്കൾക്കിടയിൽ ആവേശം ഉണ്ടാക്കുന്ന ത്രില്ലറുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ആ റീലുകളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ പണവരുമാനം എന്നുള്ള നിലയ്ക്ക് പണം കിട്ടുന്നു. MVD പിഴ ചുമത്തുന്ന ആ പിഴത്തുകയേക്കാൾ ലക്ഷക്കണക്കിന് രൂപ റീലുകളിലൂടെ ഉണ്ടാക്കുന്നവരുമുണ്ട്. അപ്പോൾ നിയമലംഘനം നടത്തി MVD പിടിച്ചാലും പിഴ അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ റീലുകൾ മുടക്കാൻ വയ്യ എന്ന് കരുതുന്ന ഒരു സമൂഹവും ഈ ചുറ്റുവട്ടത്തുണ്ട് എന്നത് മറക്കാൻ പാടില്ല. റിയാസ് കെ എം ആർ.
തീർച്ചയായും അത്തരത്തിലുള്ള ഒരു റീൽ ചിത്രീകരണത്തിനിടെ അപകടങ്ങൾ സംഭവിച്ച് ഇവിടെ ആളുകൾ മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരം സംഭവങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു കണ്ണു തുറക്കലായി കേരള വിഷൻ ന്യൂസിന്റെ ക്യാമറ കണ്ണുകൾ ഇനി ഉണ്ടാകും എന്നുള്ളതാണ്, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇത്തരം നിയമലംഘനങ്ങൾക്ക് മുൻപിൽ നമുക്ക് കണ്ണടച്ചു വയ്ക്കാൻ കഴിയില്ല. അത്തരം നിയമലംഘനങ്ങൾക്ക് മുൻപിൽ കണ്ണടച്ച് അല്ലെങ്കിൽ കണ്ണു തുറന്നു പിടിക്കുന്നത്, കണ്ണടയ്ക്കാതെ തുറന്നു പിടിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ശിക്ഷിക്കുക എന്നതല്ല, അതിനപ്പുറത്തേക്ക് പരമാവധി പക്ഷേ ഇന്നത്തെ ഈ വാർത്ത നമുക്ക് രണ്ട് രീതിയിൽ സമാപിക്കാം. ഒന്ന്, ഒരു ഗുണപരമായ രീതിയിലുള്ള ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു അങ്കണവാടിയിൽ ഒരു കുട്ടി ബിരിയാണി വേണം, പൊരിച്ച കോഴിയും വേണം എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് പരിഗണിക്കാം, ഇനിയുള്ള മെനുവിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞത് സന്തോഷകരമായ കാര്യം. അതൊരു കുട്ടിയാണ്. ഇവിടെ മറ്റൊരു കുട്ടി ഗതാഗത നിയമലംഘനത്തിന് വിധേയയായിക്കൊണ്ട് തിരിഞ്ഞിരുന്ന് യാത്ര ചെയ്യുന്നു. ആ കുട്ടിയെ ശിക്ഷിച്ചില്ലെങ്കിലും ആ കുട്ടിയെ അടുത്ത് അരികിൽ വിളിച്ചിരുത്തി, ആരാണോ യാത്ര നടത്തിയ ആ വ്യക്തിയെയും വിളിച്ചിരുത്തി ആ കുട്ടിയോട് ഉപദേശിക്കേണ്ടതുണ്ട്, ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ബിരിയാണി വേണമെന്ന് പറഞ്ഞ കുട്ടിക്ക് ബിരിയാണി കൊടുക്കുകയും മറുഭാഗത്ത് നിയമലംഘനം നടത്തിയ കുട്ടിയെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന തുല്യനീതി അവിടെ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. റിയാസ് KMR ആണ് കേരള വിഷന് വേണ്ടി എക്സ്ക്ലൂസീവായി ഈ പരസ്യ ഗതാഗത നിയമലംഘനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.